ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ നല്ലൊരു ചായയോ കാപ്പിയോ ആയിട്ടായിരിക്കും നമ്മൾ പലരും ഡേ സ്റ്റാർട്ട് ചെയ്യുക. കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടാക്കണമെന്ന്. ഇങ്ങനെ അത് സാധിക്കാറില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും എണീക്കും, നമ്മൾ എണീക്കുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് ഇനി അത് ആ ബ്ലെൻഡറിൽ ഇട്ടിട്ട് പതപ്പിച്ച് കുടിക്കുന്നത് അത് നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കഫേനൊക്കെ കോഫി വാങ്ങും. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ഈ കോഫി പൗഡേഴ്സൊക്കെ ഓൺലൈൻ വാങ്ങാറുണ്ട് ഞാൻ. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്താ കുക്ക് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഗാർഡനൊക്കെ കണ്ടോ, കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. സൺഡേ എപ്പോഴും വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഈ എക്സാമിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഈസി ആയ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ആപ്പിൽ നിന്ന് കുറച്ച് കല്ലുമ്മക്കായ ഓർഡർ ചെയ്തു. നല്ല രസമുണ്ട്. നമുക്കിവിടെ കോഴിക്കോട് നല്ല സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. പക്ഷെ നല്ല കല്ലുമ്മക്കായ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലതൊക്കെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചില പറ്റിക്കൽസ് ഉണ്ടാവും. അങ്ങനെ ഇത് ഞാൻ പൊട്ടാഫോ ആപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ AM കല്ലുമ്മക്കായ എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. അങ്ങനെ ഈ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നല്ലോ, വെജിറ്റബിൾസും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ പുട്ടുപൊടീൻ്റെ കൂടെ ഇട്ടു. അതാണ് കേട്ടോ. അമ്മയാണ് ഉണ്ടാക്കിയത് പുട്ട്. അങ്ങനെ ഇതൊന്നും കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെമ്മീനും വാങ്ങി. ചെമ്മീനും അങ്ങനെ തന്നെയാണ്. ഈ സൺഡേസൊന്നും വീട്ടിലേക്ക് മീൻകാരൻ വരാറില്ല. അപ്പോൾ ഇങ്ങനെ അടുത്തൊരു ഷോപ്പുണ്ട്, ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടുതരും. എന്നാലും നമ്മൾ കുറച്ച് വൃത്തിയാക്കാനുണ്ടാവും. പക്ഷേ നമുക്കൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ വേഗം കൊണ്ടുതരും. ഇനി നമുക്ക് ചോറ് വെക്കണം. കുറുവ റൈസാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. മീൻസ് റൈസിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ കല്ലുമ്മക്കായ ഞങ്ങൾ ആദ്യം അത് എന്തായാലും ഒന്ന് വേവിക്കും. എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് കല്ലുമ്മക്കായ, ചെമ്മീൻ ഇതൊക്കെ നന്നായി വേവിക്കും കേട്ടോ. വേദ്യ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കാൻ വിളിക്കുന്നു പേടിച്ചിട്ടേ. അപ്പോൾ ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. അപ്പോൾ ശ്രേയസ് കുറച്ച് നേരം വന്നിട്ടേ ഇരുന്നു. അങ്ങനെ ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിത്തത്തിലാണ്. നാളെ സയൻസാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രേയസിനാണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും ഈസിയാണ്. പക്ഷെ മലയാളം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഇവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാചകം അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ മുളകിട്ടതാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഓൾറെഡി ജലദോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. മീൻസ് പിന്നെ എനിക്ക് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സും പഴമൊക്കെ മിക്സിയിലടിച്ച് കുടിക്കാറുണ്ടല്ലോ, സ്മൂത്തി ആക്കിയിട്ട്. ഇനിയിപ്പോൾ ഈ കല്ലുമ്മക്കായും ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഒരു തവണ വേവിച്ച് വെച്ച് ചെമ്മീനും കല്ലുമ്മക്കായൊക്കെയാണ്. അത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യും. അത് നമ്മൾ എന്തായാലും സൂക്ഷിക്കണം. കുട്ടികളൊന്നും അടുത്ത് നിർത്താൻ പാടില്ല. ബിക്കോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊക്കെ എത്ര ആക്കിയാലും ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അത് അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് കല്ലുമ്മക്കായാണ്. ഇപ്രാവശ്യം കിട്ടിയത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. അതെല്ലാവരും പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ ആഴ്ച കിട്ടിയത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പില്ലേ പൊട്ടാഫോ, അത് കോഴിക്കോടുള്ളതാണ്. ബാക്കി സ്ഥലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലിങ്ങനത്തെ ചിക്കനും മീനും കല്ലുമ്മക്കായ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടും കിട്ടും. എനിക്കാണെങ്കിൽ ഈ ജലദോഷം ചുമയൊക്കെ തുടങ്ങിയത് കൊണ്ട് അധികം കുക്കിംഗ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെമ്മീനൊക്കെ നമ്മൾ കറിക്കായിട്ട് വാങ്ങിയാലും അതിൽ നിന്ന് 4 എടുത്തിട്ട് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ പെപ്പർ ഫ്രൈ ചെയ്യും, മുളകിട്ട് വെക്കും, പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുക. എനിക്ക് മറ്റ് റെസിപ്പീസ് ഞാൻ ഇതുവരെ കല്ലുമ്മക്കായൻ്റെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഊണിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട്
മാങ്ങ കറിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊങ്ങിണീസിന് മാങ്ങ കിട്ടിയാൽ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണിത് കേട്ടോ. ഞങ്ങളുടെ ഏത് ഫംഗ്ഷനും ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് സമയത്ത് നമ്മുടെ ഏത് ഫംഗ്ഷനും സ്പെഷ്യലായിട്ടുണ്ടാകുന്ന ഒരു കറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ചെമ്മീൻ കറി കുറച്ച് തിക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഊണ് കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതും ചേച്ചിയുടെ സ്പെഷ്യലാണ്. ചേച്ചി ഇങ്ങനെ സൺഡേസ് വരുമ്പോൾ സ്പെഷ്യൽസൊക്കെ കൊണ്ടുവരും. ചേച്ചി കേക്ക്സ് ഉണ്ടാക്കും, ബേക്ക് ചെയ്യും. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം വ്ളോഗിലിടാം കേട്ടോ. അങ്ങനെ രാത്രിക്ക് വേണ്ടി കുറച്ച് തണ്ണിമത്തനും മുറിച്ചു.